പുലർത്തും. എൻ്റെ ആവശ്യങ്ങളെല്ലാം അറിയും. ദുഃഖനാളിൽ കൈവിടാതെ തൻ്റെ ചിറകിൻ നിഴലിൽ മറയ്ക്കും. എന്നെ കരുതും, എന്നും പുലർത്തും. എൻ്റെ ആവശ്യങ്ങളെല്ലാം. സുഭാഷിതം. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ നിന്നും 8-ാം വാക്യം വായിക്കുന്നു. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. When he comes, he will prove the world to be in the wrong about sin, righteousness and judgment. ആരെക്കുറിച്ചാണ് യേശു കർത്താവ് ഇത് പറഞ്ഞിരിക്കുന്നതെന്ന് 7-ാം വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കാം. എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. യേശു കർത്താവിൻ്റെ ഐഹിക ജീവിതത്തിലെ അവസാന കാലയളവിൽ അവിടുന്ന് സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോവുകയാണെന്നും യേശു മടങ്ങിപ്പോയാൽ തന്നിൽ വിശ്വസിക്കുന്നവരോടൊപ്പം എന്നേക്കും ഇരിക്കേണ്ടതിന് പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ അവർക്ക് അയച്ചു കൊടുക്കുമെന്നും പറഞ്ഞു. 14-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ യേശു പറഞ്ഞത്, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. യേശു അന്ന് തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായകയാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു. പുതിയ നിയമത്തിൽ ഉടനീളം പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ ദർശിക്കുവാൻ കഴിയും. എന്തിനാണ് പരിശുദ്ധാത്മാവിനെ ദൈവം അയച്ചു തരുന്നതെന്ന് യേശു പറഞ്ഞത്, കർത്താവ് സ്വർഗത്തിലേക്ക് പോകുവാൻ പോകുന്നു, എന്നാൽ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കുവാൻ തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവ് നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യും. 14-ന്റെ 26-ാം വാക്യം വായിക്കുന്നത്, എങ്കിലും പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. വിശ്വാസികളെ പലവിധത്തിൽ സഹായിക്കുന്ന ഈ കാര്യസ്ഥനെക്കുറിച്ച് പരാമർശിച്ചതിന് ശേഷം നാം വായിച്ച കുറിവാക്യത്തിൽ യേശു പരിശുദ്ധാത്മാവ് ലോകത്തിന് ബോധ്യം വരുത്തുന്ന 3 കാര്യങ്ങളെക്കുറിച്ച് പറയുന്നു. അവിശ്വാസികളായ ലോകത്തെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധാത്മാവ് അവരുടെ പാപത്തെക്കുറിച്ച് തുറന്നു കാട്ടുകയും ക്രിസ്തുവിൻ്റെ മാതൃകയും വിശ്വാസികളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ സ്വാധീനവും പാപത്തിൻ്റെയും നീതിയുടെയും സത്യങ്ങൾ മുഴുവൻ ലോകത്തിനും ചൂണ്ടിക്കാണിക്കുന്നു. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് പാപത്തിന് പരിഹാരമുണ്ടാകുമെന്നും അങ്ങനെയുള്ള പാപികളായ മനുഷ്യരെ ദൈവം നീതീകരിക്കുന്നു എന്നും പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്തുന്നു. യേശുവിൽ വിശ്വസിച്ച് നീതീകരണം പ്രാപിക്കുന്നവർക്ക് ന്യായവിധിയില്ല. വിശ്വസിക്കാത്തവന് ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കായികയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. ന്യായവിധിയിൽ നിന്ന് ഒഴിവാക്കപ്പെടുവാൻ യേശു കർത്താവിൽ വിശ്വസിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് തൻ്റെ ജീവിതത്തിൽ വന്നുപോയ അകൃത്യത്തെക്കുറിച്ചും പാപത്തെക്കുറിച്ചും ബോധ്യം വരുത്തുകയും മാനസാന്തരത്തിലേക്കും അനുതാപ പ്രക്രിയയിലേക്കും നയിക്കുന്നു. അങ്ങനെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. പാപം ചെയ്യുന്നവനെല്ലാം പിശാചിൻ്റെ മകനാകുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി എന്ന് ദൈവവചനം വ്യക്തമാക്കുന്നു. ഈ പിശാചിന്റെ കാൽ ചുവടുകൾ സ്വമേധയാ പിന്തുടരുന്നവർ ന്യായവിധിയിൽ അകപ്പെടും. എന്നാൽ പാപത്തെക്കുറിച്ച് അനുതപിക്കുകയും യേശുവിൻ്റെ ക്ഷമയിൽ ആശ്രയിക്കുകയും ചെയ്തവർ ന്യായവിധിയിൽ നിന്ന് മോചിതരാകുന്നു. റോമർ 8:1-2 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവധിയുമില്ല. ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ഈ സ്വാതന്ത്ര്യത്തിനായി യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ബോധ്യത്തിന് കീഴ്പ്പെട്ട് വിശുദ്ധ ജീവിതം നയിച്ച്
യേശുവിനോടൊപ്പം സ്വർഗരാജ്യത്തിൽ എത്തുവാൻ എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദുഃഖനാളിൽ കൈവിടാതെ തൻ്റെ ചിറകിൻ നിഴലിൽ മറയ്ക്കും ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂവിൽ യാത്ര ചെയ്യും പ്രത്യാശയോ